ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ചൊവ്വാഴ്ച നടന്ന ക്രൂരമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ-ഇ-തോയ്ബയുടെ മുന്നണി സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF ഏറ്റെടുത്തു. ഈ ആക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. എന്താണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനയെന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. പഹൽഗാം പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബൈസരൻ താഴ്വരയെ സംബന്ധിച്ചിടത്തോളം ഇടതൂർന്ന പൈൻമരങ്ങളും പർവ്വതങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായ ഒരു പുൽമേടാണിതെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നു. പക്ഷേ തോക്കുധാരികൾ ഈ പ്രദേശം ആക്രമിച്ചു. വർഷങ്ങളായി ജമ്മു കാശ്മീർ അതിർത്തി കടന്നുള്ള ഭീകരവാദം തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിഘടനവാദികൾ കശ്മീരിൽ പലപ്പോഴും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 1990 മുതൽ ഇന്ന് വരെ ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾ നിരവധി ആക്രമണങ്ങൾ നടത്തിവരികയാണ്. എന്താണ് റെസിസ്റ്റൻസ് ഫ്രണ്ട്? കാശ്മീർ പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ കാരണമെന്താണ്? വിവിധ സംഘടനകളാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഘടന ലഷ്കർ-ഇ-തോയ്ബ സംഘടനയാണ്. പാകിസ്ഥാൻ ഭീകരനായ ഹാഫിസ് സയ്യിദിന്റെ സംഘടനയാണ് ലഷ്കർ-ഇ-തോയ്ബ. ഈ സംഘടന നിരോധിക്കപ്പെട്ടതു മുതൽ പുതിയ പേരുകളിൽ ശാഖാ സംഘടനകൾ സൃഷ്ടിക്കുകയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിൽ ഏർപ്പെടുകയും പതിവായി ഭീകരാക്രമണങ്ങൾ നടത്തുകയും കാശ്മീരിനെ അശാന്തിയുടെ നാടായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ-ഇ-തോയ്ബയുടെ അനുബന്ധ സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ചൊവ്വാഴ്ച നടന്ന ക്രൂരമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇത് സംബന്ധിച്ച് റെസിസ്റ്റൻസ് ഫ്രണ്ട്സ് പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിൽ പറയുന്നത് 85,000-ലധികം വീടുകൾ തദ്ദേശീയരല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ജമ്മു കാശ്മീരിലെ ജനസംഖ്യാ മാറ്റത്തിന് വഴിയൊരുക്കി. ഈ തദ്ദേശീയരല്ലാത്ത താമസക്കാർ വിനോദസഞ്ചാരികളായി വന്ന് വീടുകൾ നേടുകയും പിന്നീട് ഭൂമിയുടെ ഉടമസ്ഥരാണെന്ന് നടിക്കുകയും ചെയ്യുന്നു. തൽഫലമായി നിയമവിരുദ്ധമായി താമസിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് പറഞ്ഞു. റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കമാൻഡറാണ് ഷെയ്ഖ് സജ്ജാദ് ഗുൽ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം അദ്ദേഹത്തെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിലെ സാധാരണക്കാരെയും സുരക്ഷാസേനയെയും രാഷ്ട്രീയ നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം റെസിസ്റ്റൻസ് ഫ്രണ്ട് മുമ്പും ഏറ്റെടുത്തിട്ടുണ്ട്. സംഘടനയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. കാശ്മീരിൽ അശാന്തി പടർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. 2023 ജനുവരിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ UAPA പ്രകാരം ഇന്ത്യൻ സർക്കാർ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയും തങ്ങളുടെ കമാൻഡറായ ഷെയ്ഖ് സജ്ജാദ് ഗുലിനെ ഭീകരനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഷെയ്ഖ് സജ്ജാദ് ഗുലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തെ തുടർന്ന് കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൊവ്വാഴ്ച വൈകുന്നേരം ശ്രീനഗറിലെത്തി. വിമാനത്താവളത്തിൽ നിന്ന് നേരെ രാജ്ഭവനിലേക്ക് പോയ അദ്ദേഹം ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ആക്രമണം നടന്ന ബൈസാരൻ താഴ്വര ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീരിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു ഇത്. പഹൽഗാമിനടുത്തുള്ള ബൈസരൻ താഴ്വരയിൽ തടിച്ചുകൂടിയ നിരവധി വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് തീവ്രവാദികൾ വെടിയുതിർത്തത്. 2 വിദേശികളും 2 സ്വദേശികളും ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടതായി ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു.